ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം ദളപതി വിജയും മാനാട് എന്ന സിനിമയ്ക്ക് ശേഷം വെങ്കട് പ്രഭുവും ഒന്നിക്കുന്ന ദളപതി 68 പടത്തിന്റെ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക്, ടൈറ്റിൽ എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് എന്നാണ് പടത്തിന് പേര് നൽകിയിരിക്കുന്നത്. പോസ്റ്ററുകളിൽ 2 ഗെറ്റപ്പിലാണ് വിജയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എങ്കിലും സയൻസ് ഫിക്ഷൻ ടൈം ട്രാവലർ പടമായതുകൊണ്ട് തന്നെ ഒരാളുടെ തന്നെ 2 കാലഘട്ടത്തിലെ ക്യാരക്ടർ ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം ആദ്യ പോസ്റ്ററിൽ 2 പേർ നടന്നു വരുന്നുണ്ടെങ്കിലും പാരച്യൂട്ട് പുറകിലായി ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുപോലെ ആദ്യ പോസ്റ്ററിൽ കാണുന്ന പ്ലെയിൻ പഴയ കാലഘട്ടത്തിലെ വിൻറ്റേജ് ലുക്കിലുള്ളതാണെന്ന് നമുക്ക് പോസ്റ്ററിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. എന്നാൽ രണ്ടാമത് വന്ന പോസ്റ്ററിൽ വരുന്ന ബൈക്ക് പ്രസന്റിലെയോ ഫ്യൂച്ചറിനെയോ ആവാനുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ കാലങ്ങളിലൂടെയെല്ലാം ട്രാവൽ ചെയ്യുന്ന സ്റ്റോറി ആവാനുള്ള സാധ്യതകളും കൂടുതലാണ്. അത് ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട്, അതായത് എക്കാലത്തെയും മികച്ചത്. അതിൻ്റെ ഭാഗമായി 20 വയസ്സുള്ള ക്യാരക്ടറിന് വേണ്ടി ഡി-ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നുവെന്നും മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു. പല സിനിമകളിൽ നിന്നും ഇൻസ്പയർഡ് ആയ ചിത്രമാണ് ഇത് എന്ന് പറഞ്ഞുവെങ്കിലും അതിൽ കൂടുതൽ നമ്മൾ കേട്ട പേരായിരുന്നു ജെമിനി മാൻ. പോസ്റ്ററുകൾ കാണുമ്പോൾ നമുക്ക് ഏകദേശം അതുപോലെ തന്നെ തോന്നുന്നുമുണ്ട്. ഒഫീഷ്യലി പക്ഷേ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും വിജയുടെ സമീപകാല റിലീസുകളിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളൊരു വിജയ് പടം നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രം പൂജ റിലീസായി എത്താനാണ് സാധ്യതകൾ കൂടുതൽ. പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടൈറ്റിൽ പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക.